ഇത് കണ്ടില്ലേ റാണിയമ്മേ, എന്തൊരു കനവാ അല്ലേ? അല്ല, നീ എന്താ മെഴിച്ചു നോക്കുന്നത്? നീയല്ലേ ഇത് പൊതിഞ്ഞു വെച്ചത്? റാണിയമ്മേ, അരമനയിലെ പരമ്പരാഗത ആഭരണങ്ങൾ കട്ടോണ്ട് പോവാ ഇവള്. അയ്യോ, ഇത് എന്റെ നെക്ലേസ് അല്ലേ? കക്കാണല്ലേ? അല്ല, എന്റെ അമ്മോ, ഇതെന്റെ എന്റെ പാരമ്പര്യമായി കിട്ടിയ വളകളാ. ഇത് നോക്ക് റാണിമേ, നീ നുണ പറയുന്നുള്ളത് ഈ കൊട്ടാരത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ ഒരു കള്ളിയോ ആയിരിക്കുമെന്ന് അതിവിടെ ആരും കരുതിയിരുന്ന കാര്യമല്ല. എന്താ ചേച്ചി ഇത്? ഭ്രാന്തിയെ പോലെ അഭിനയിക്കുക, ഒന്നും അറിയാത്ത പോലെ നിലവിളിക്കുക. ഇങ്ങനെയുള്ള കോപ്രായൊക്കെ കാണിച്ചാലല്ലേ എല്ലാരും പഞ്ചപാവമാണെന്ന് വിചാരിക്കൂ. അതാണ് പ്ലാൻ. മാനസിക നില തെറ്റിയത് കൊണ്ടാണ് ആഭരണം എടുത്തതെന്ന് വരുത്തി തീർക്കും. എന്തായാലും ഇവള് വലിയൊരു കള്ളി തന്നെയാ. ഇതൊക്കെ നിന്റെ അമ്മ പഠിപ്പിച്ചു തന്നതല്ലേ? എന്റെ അമ്മയെ കുറിച്ച് ആരും ഒരു വാക്കും പറയരുത്. എന്റെ അമ്മ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല അമ്മയായിരുന്നു. അത് ശരി, ഇത്രയും നേരം തന്നെ ശരത്തിന് സുഖമില്ലായിരുന്നല്ലോ. പക്ഷെ പെട്ടെന്ന് എങ്ങനെ എല്ലാം ശരിയായി പോയത്? ഇത്രയും നല്ല അഭിനയമാണല്ലോ. നിന്റെ അമ്മ പഠിപ്പിച്ചെന്നാണോ ഇതൊക്കെ? ഞാൻ വീണ്ടും പറയാൻ എന്റെ അമ്മയെ കുറിച്ച് ഒന്നും പറയരുത്. മതി. ഇപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്ക്. ഇനി നിന്നെ ഒരു നിമിഷം പോലും ഈ കൊട്ടാരത്തിൽ കണ്ടുപോകരുത്. എന്നേക്കുമായി നീ ഈ കൊട്ടാരം വിട്ടു പൊയ്ക്കോണം. ഈ പരിസരത്ത് പോലും വന്നു പോകരുത്. ഇത്രത്തോളം നുണ പറയുന്ന ഒരു പെണ്ണിന്റെ നിഴൽ പോലും അവിക് ബണ്ണയുടെ ദേഹത്ത് വീഴാൻ പാടില്ല. നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് റാണിമ, പ്ലീസ് റാണിമ. എന്നെ അവിക്കിനെ വേർതിരിക്കരുത് പ്ലീസ്. അവനെ കൊട്ടാരത്തിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. മാത്രല്ല, ഈ കൊട്ടാരത്തിലുള്ള ആരോ ഒരാളാണ് അവനെ കൊല്ലാൻ നോക്കുന്നത്. ഇനി നീ ഒരു വാക്ക് പോലും മിണ്ടി പോകരുത്. ഞാൻ കള്ളം പറയാന്നല്ലേ വിചാരിക്കുന്നേ. പക്ഷെ എന്റെ അനിയൻ, അവൻ എന്നെ മനസ്സിലാവും. ഇനി നീ ഒരിക്കലും അവിക് ബണ്ണയുടെ പേര് പോലും ഉച്ചരിച്ചു പോകരുത്. നീ അവിക് ബണ്ണയുടെ ചേച്ചിയാണെന്നുള്ളത് ഇന്നത്തോടുകൂടി മറക്കുന്നതാ നല്ലത്. പുറത്തു പോ. ചേച്ചി, എന്റെ ലോക്കറ്റ് എവിടെ?
ഒരു കാരണവശാലും ഈ കൊട്ടാരത്തിൽ നീ കയറി പോകരുത്. ആദ്യം നീ നിന്നെ രക്ഷിക്കും മോളെ, എന്നിട്ട് നമുക്ക് അവിക്കിനെ കുറിച്ച് ആലോചിക്കാം. ഞാൻ വാക്ക് തരാണ്, ഞാൻ ഇന്നു മുതൽ അവിക്കിന്റെ ചേച്ചി മാത്രമായിരിക്കില്ല, ഒരു കവചം കൂടിയായിരിക്കും. ഇത്രത്തോളം നുണ പറയുന്ന ഒരു പെണ്ണിന്റെ നിഴൽ പോലും അവിക് ബണ്ണയുടെ ദേഹത്ത് വീഴാൻ പാടില്ല. റോജ, നീ എന്താ ഈ ഫോൺ എടുക്കാത്തത്? ഞാൻ അവൾക്ക് സത്യം ചെയ്തു കൊടുത്തില്ല ഞാൻ വന്നിട്ട് റാണിയമ്മയുടെ എല്ലാം സംസാരിക്കാൻ. ചിലപ്പോൾ അവൾക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. എന്താണ് ഈ കാണിക്കുന്നത്? എന്തിനാ എത്ര സ്പീഡിൽ ഓടിക്കുന്നത്? അറിയില്ല സാറേ, പ്രാന്തി പെണ്ണ് മുമ്പേ ഒന്ന് ചാടിയതാ. അങ്ങനെ ആരും ഭ്രാന്തി എന്നൊന്നും വിളിക്കല്ലേ. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ. എനിക്കൊന്ന് തല കറങ്ങുന്നേ. അവിക് ബണ്ണ, നിക്ക് മോനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അവിടെ നിക്ക്, ഞങ്ങൾ പറഞ്ഞത് കേൾക്ക് മോനെ. ഞാൻ നിനക്ക് പുതിയ സൈക്കിൾ വാങ്ങി തരാം. ഞാൻ പറയുന്നതൊന്ന് കേക്കോ? നോക്ക് മോനെ, ഇത് നിന്റെ കുടുംബം തന്നെയല്ലേ? ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയില്ലേ? ഒന്ന് മാറി നിന്നേ. അവിക് ബണ്ണ, ഞാൻ മോന്റെ മുത്തശ്ശിയല്ലേ, ഞാൻ പറഞ്ഞ മോനെ അനുസരിക്കില്ലേ? വാ, നമുക്ക് തോട്ടത്തിലേക്ക് പോയാലോ? വാ, എന്റെ കൂടെ വാ. അവീക്, എന്തു പറ്റി അവീക്? എന്തിനാ നീ കരയുന്നേ? റോജയോ? റാണിയമ്മേ, റോജ എന്തി? ഞാൻ എവിടെയാ ഉള്ളതിപ്പോ?
വിലപ്പെട്ട ആഭരണങ്ങളാണ് റോജ ഇവിടെ നിന്ന് മോഷ്ടിച്ചെടുത്തിരിക്കുന്നത്. പാതിരാത്രി ഓരോരുത്തരുടെയും മുറി കേറിയിട്ടുണ്ട് അവള്. എന്തിനേറെ റാണിയമ്മയെ പോലും വെറുതെ വിട്ടില്ല അവള്. റാണിയമ്മയുടെ റോയൽ റിംഗ് അതും മോഷ്ടിച്ചു അവള്. അവളുടെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് റാണിയമ്മ, ഈ പെങ്കൊച്ചിന്റെ മൊത്തം കളി ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ എന്തിനാ ഈ ഭ്രാന്തിയുടെ നാടകം കളിച്ചെന്നുള്ളതൊക്കെ. അങ്ങനെ അവള് പതുക്കെ പതുക്കെ കൊട്ടാരത്തിൽ നിന്ന് എല്ലാ ആഭരണങ്ങളും മോഷ്ടിക്കും. ഇവിടെയുള്ള ആരും അവളെ സംശയിക്കേയില്ലല്ലോ. റാണിയമ്മ ചെയ്തത് തന്നെയാ ശരി. ആ പെങ്കൊച്ചിനെ ഈ കൊട്ടാരത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയത്. അതുപോലെ സമീർ, നീ എങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യം മറന്നു കളയുന്നത്? ആ പെങ്കൊച്ച് വെറും ഒരു കോമണർ ആണെന്നുള്ളത്. ഒരു കോമണർ ഒരു കാലത്തും ഒരു രാജകുടുംബത്തിന്റെ അംഗമാവാൻ പറ്റില്ല. ഒന്ന് നിർത്താൻ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അവയ്ക്ക് നന്നറിയാം. അവീക്, ഈ പറയുന്നെല്ലാം കള്ളത്തിലാണോ? ഓക്കെ, നിന്റെ ചേച്ചിക്ക് ഒരിക്കലും ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല. ആൻഡ് ഐ പ്രോമിസ്, റോജയെ ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് തിരിച്ചു തന്നെ കൊണ്ടുവരും. ഐ പ്രോമിസ്, നിന്റെ ചേച്ചി റോജ ഈ കൊട്ടാരത്തിൽ തിരിച്ചെത്തു തന്നെ ചെയ്യും. ഇവരെന്നെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവോ? ഇനി ഇവരായിരിക്കും അവിക്കിനെ. എനിക്ക് ഇവിടുന്ന് ഉടൻ തന്നെ പോണം. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവിടെ നിൽക്ക് റോജ. നിനക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാന്നുള്ള കാര്യം എനിക്ക് ആദ്യമേ അറിയാം. നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം? കണ്ണുകളിൽ അതേ തിളക്കം, ശബ്ദത്തിൽ അതേ കനം. നീ നിന്റെ അമ്മയുടെ അതേ പ്രതിച്ഛായയാണല്ലോ. നിങ്ങൾക്ക് എങ്ങനെ എന്റെ അമ്മയെ അറിയാം? നിന്റെ അമ്മ എനിക്ക് നിന്നെക്കാൾ നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇത്രയും വെപ്രാളപ്പെടുന്ന എന്താ നീ? നിന്റെ അമ്മയുടെ മൂത്ത ചേച്ചിയാ ഞാൻ, നിന്റെ വല്യമ്മ. സുനന്ദ. പ്രേമാൻറ്റി, നീ അവീക്കിനെ റൂമിലേക്ക് വിളിച്ചോണ്ട് പോ. അവിക് ബന്ന, നിനക്ക് സുഖമില്ലല്ലോ അല്ലേ? നമുക്ക് പോയി വിശ്രമിക്കാം. വാ മോനെ. ഭുവാൻറ്റി, നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. റോജ ഒരിക്കലും ഒരു സാധനം മോട്ടിക്കില്ല. തെറ്റിദ്ധാരണ എനിക്കല്ല, നിനക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമീർ. നിനക്കെന്താ പറ്റിയത്? ആ പെങ്കുച്ച് എന്തെങ്കിലും കൈവശം തന്നു നിനക്കെങ്ങാനും? ഞാൻ ഇന്ന് പറഞ്ഞത് മുഴുവൻ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. CCTV ഫുട്ടേജിൽ വ്യക്തമായി കാണാൻ പറ്റും അവൾ എല്ലാവരുടെയും മുറിയിൽ കയറിയിട്ടുണ്ടെന്നുള്ളത്. റോജ എന്തെങ്കിലും മോട്ടിക്കുന്നത് നിങ്ങൾ CCTVയിൽ കണ്ടായിരുന്നോ?
ആരും അറിയാതെ റോജ രാത്രി സമയത്ത് എല്ലാവരുടെ മുറിയിലും കയറിയിരിക്കുന്നു. ഈ തെളിവുകളൊക്കെ എനിക്ക് മതി. മോഷണം പോയ ആഭരണങ്ങളൊക്കെ അവളുടെ ബാഗിൽ നിന്നാണ് കിട്ടിയത്. പ്രേമാൻറ്റി, നിങ്ങളുടെ റൂമിൽ ഹൈടെക് ലോക്കേഴ്സ് ഇല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് റോജ ആ ലോക്കറിനകത്ത് എന്തെങ്കിലും മോഷ്ടിക്കാൻ പറ്റുമെന്ന്? ആ പിന്നെ രൂപ, നീ രാത്രി മുഴുവൻ മൂവി കണ്ടോണ്ടിരിക്കുകയല്ലേ ചെയ്യുന്ന? അതെങ്ങനെയാ നടക്കുന്നത്? റോജ നിന്റെ മുറിയിൽ വന്നിട്ട് മോഷ്ടിച്ചോണ്ട് പോകുന്നത് നീ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന്. നിനക്ക് എന്താ പറ്റിയത് സമീർ? നീ എന്തിനാ കോമണറിന്റെ സൈഡ് പിടിക്കുന്നത്? ഞാൻ കോമണറിന്റെ അല്ല, സത്യത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ റോയൽസിന്റെ ഡ്യൂട്ടിയല്ലേത്? നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെങ്കിലും ഉറപ്പായിട്ടും സത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കൂ ഞാൻ. ഇപ്പൊ നീ എന്താണ് പറഞ്ഞു വരുന്നത് സമീർ ബണ്ണ? എന്നോട് വ്യക്തമായിട്ട് പറയേ. എന്നോട് ക്ഷമിക്കണം റാണിയമ്മേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. റോജയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് നിങ്ങളൊരു കാര്യം മറന്നുപോയി. വാ, നിന്റെ മുറിവുകളിലൊക്കെ മരുന്നിട്ട് തരാം ഞാൻ. വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ നിങ്ങളെ കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവളുടെ കല്യാണത്തിന് ശേഷം പുതിയ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ അവളുടെ അമ്മയായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരുന്നു. നിനക്ക് ചിലപ്പോൾ ഈ കാര്യം അറിയില്ലായിരിക്കും, അതായത് നിന്റെ അമ്മ എന്നെ പോലെ ഒരു നാടോടിയാണെന്ന്. നിക്ക്. എനിക്കറിയാം നിനക്കിപ്പോ ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷെ നിന്റെ തലയെഴുത്ത് നല്ലതാ. കാരണം ഭഗവാൻ നിന്നെ നല്ലൊരു കുടുംബത്തിലേക്ക് ചേർത്ത് വെച്ചു. പക്ഷെ നോക്ക്, ഞാൻ ഇന്നിപ്പോ ആ വഴിയിൽ നിന്ന് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടില്ലായിരുന്നു. മേളിലുള്ള ഭഗവാൻ നമ്മളെപ്പോ ഒരുമിപ്പിച്ചെങ്കിൽ നീ ഇനി വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. നിന്റെ വല്യമ്മ നിന്റെ കൂടെയുണ്ട്. ഇനി എന്തിനാ കരയുന്നേ? എനിക്ക് അവനെ ഓർമ്മ വരുന്നു. അവൻ ഞാനില്ലാതെ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. നിനക്ക് ബോധമില്ലേ? റാണിയമ്മയ്ക്ക് തെറ്റുപറ്റിയെന്നാണോ നീ പറയുന്നത്? റാണിയമ്മയ്ക്ക് തെറ്റുപറ്റിയെന്നോ? ഞാൻ റാണിയമ്മയോട് പറയാൻ വരുന്നത് റാണിയമ്മ ചില കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ഞാനിനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷ സ്വീകരിക്കാനും ഞാൻ റെഡിയാണ്. എനിക്ക് ഇത്രയും പറയാനായിട്ടുള്ളൂ. ഈ റോജ ഒരിക്കലും മോഷ്ടിക്കത്തില്ല. ഇവിടെ പല കാര്യങ്ങളും നടന്നപ്പോൾ സമീർ ബണ്ണ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കാം എന്റെ തീരുമാനങ്ങൾ ശരിയല്ലെന്ന് നിനക്ക് തോന്നിയത്. ഞാനിവിടെ ഇല്ലായിരുന്നത് കൊണ്ട് അറിയാതെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ഇത്രയും അറിയാം, ആ പെൺകുട്ടിയുടെ സഹോദരൻ പല 1000 കോടി രൂപയുടെ സ്വത്തുള്ള ഒരു രാജകുമാരാണ്. ആയിരിക്കുന്ന സമയത്ത് 10-20 കോടി രൂപയുടെ പ്രോപ്പർട്ടി എന്തിനാ മോഷ്ടിക്കുന്നത്? കാരണം അവൾ അവിക് ബണ്ണയുടെ ശരിക്കുള്ള ചേച്ചി അല്ല. അവളുടെ ശരീരത്തിൽ ശരൺ ബണ്ണയുടെ ചോരയല്ല, അവളുടെ അമ്മയുടെ ചോരയാണ് ഓടുന്നത്. ഇതേപോലെ ഉള്ളവരൊക്കെ അവരുടെ ആദായത്തിന് വേണ്ടി ബന്ധങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. അവളുടെ അമ്മയാണ് ശരൺ ബണ്ണയെ നമ്മുടെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചത്. പിന്നെ ഈ പെൺകുട്ടി നമ്മുടെ രാജകീയ മോതിരം മോഷ്ടിക്കുകയും ചെയ്തു. റോജ ഒരു കള്ളിയായിരുന്നു, കള്ളിയാണ്, നാളെയും അവളത് ചെയ്യും. അയ്യോ, ഇത്രയും കുഞ്ഞു പ്രായത്തിൽ തന്നെ എന്റെ മോള് ഒരുപാട് അനുഭവിച്ചല്ലോ.
എനിക്ക് എന്നെ കുറിച്ച് ആലോചിച്ച ഒരു ടെൻഷനും ഇല്ല. എന്റെ അനിയനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഞാനില്ലാതെ അവൻ എങ്ങനെ ജീവിക്കും? എനിക്കറിയാം, ഞാനില്ലെങ്കിൽ അവൻ നേരെ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ആരടുത്ത് പോവുക പോലും ചെയ്യില്ല. അവനവിടെ ഒറ്റപ്പെടും. വല്ലവയ്ക്കൊരു കാര്യം അറിയോ? ആ കൊട്ടാരത്തില് ആരും അവനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് ആവിക്കിന്റെ അടുത്ത് എത്തിയേ പറ്റൂ. റാണിയമ്മ നിന്നെ ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് ആ കൊട്ടാരത്തിലേക്ക് പോകാൻ കഴിയില്ല. അവിടെ ഒരു കാൽപാദം പോലും എടുത്തു വെക്കാൻ കഴിയില്ല. എന്തെയും വല്യമ്മ, എനിക്ക് അവിടെ എങ്ങനെ പോണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ പോകാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ. അവിടെ ആ കൊട്ടാരത്തില് ആരും എന്റെ അനാവിക്കിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ കണ്ണിൽ നീയാണ് കള്ളി. നിന്റെ രക്തമാണ് മോശമായത്. ഇത് നോക്ക്, അവർക്കിഷ്ടല്ല നീ അവിടേക്ക് തിരിച്ചു പോകുന്നത്. മനസ്സിലായോ? എപ്പോഴും പറയും നമ്മുടെ പരാജയത്തില് വിജയത്തിന്റെ രഹസ്യം ഉണ്ടാവുന്നത്. പറ്റിക്കുന്ന ആൾക്കാരുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മാത്രമേ എനിക്ക് അവിടെ കയറാൻ പറ്റൂ. അവിടെ ചെന്ന് ഞാൻ ശത്രുക്കളെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യും. അതിനെതിരെ എന്ത് തടസ്സം വന്നാലും ഞാനതൊക്കെ എതിർത്ത് അവിടെ ചെല്ലും, ഉറപ്പാണ്. ദുർഗാദേവി എനിക്ക് ഈ അവസരം തന്നത് ഞാനിതൊരിക്കലും പാഴാക്കില്ല. ദുർഗാദേവി, നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ.